റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. കേരളത്തിൽ നിന്നുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് UK-യിലെത്തി ചൂഷണത്തിനിരയാകുന്ന കെയർ വർക്കർമാരുടെ ദയനീയാവസ്ഥ കരളലിയിപ്പിക്കുന്നതാണ്. ലക്ഷങ്ങൾ നൽകിയാണ് പലരും കെയർ വിസ സ്വന്തമാക്കി UK-യിൽ എത്തിയത്. എന്നാൽ ഭൂരിപക്ഷത്തിനും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലിയോ ശമ്പളമോ ലഭിച്ചില്ല. ഏജൻസികളുടെയും കെയർ ഹോമുകളുടെയും ചൂഷണത്തിന് ഇരയായവരുടെ കൊടും യാതനകളുടെ രേഖാചിത്രം നേരത്തെ UK വാർത്തയാക്കിയിരുന്നു. ചൂഷണത്തിനിരയായ കെയർ വർക്കർമാരെ സഹായിക്കുന്നതിനുള്ള UK സർക്കാരിന്റെ പദ്ധതികൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ സഹായകരമായുള്ളൂ എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വെളിയിൽ വരുന്നു. പുതിയ തൊഴിലുടമകളുടെ കീഴിൽ ജോലി സമ്പാദിക്കുവാനുള്ള അവസരം പ്രദാനം ചെയ്യുന്ന പദ്ധതി വഴി 4% പേർക്ക് മാത്രമേ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ചൂഷണത്തിനിരയായ 28,000 കുടിയേറ്റ കെയർ വർക്കർമാരിൽ 3.4% പേർക്ക് മാത്രമേ പുതിയ തൊഴിൽ ഉടമയെ കണ്ടെത്താനായിട്ടുള്ളൂ. UK-യിൽ അടുത്തിടെയായി ബൈക്കുകളും സ്കൂട്ടറുകളും വ്യാപകമായി തീപിടുത്തത്തിന് വിധേയമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2024 ഇത്തരം 200-ൽ പരം അപകടങ്ങളാണ് അഗ്നിശമന സേനയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. ഇത്തരം 200-ൽ പരം അപകടങ്ങളിലാണ് അഗ്നിശമന സേന ഇടപെടേണ്ടി വന്നത്. ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ കടുത്ത സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2023 ഇത്തരം അപകടങ്ങളുടെ എണ്ണം 207 ആയിരുന്നുവെങ്കിൽ 2024 അത് 211 ഉയർന്നു. എന്നാൽ 2017 ഇത് വെറും 2 എണ്ണം മാത്രമായിരുന്നു. ബൈക്കുകളും സ്കൂട്ടറും പ്രകൃതി സൗഹാർദ്ദ ജനപ്രിയ ഗതാഗത മാർഗമാണെങ്കിലും അവ മൂലമുണ്ടാകുന്ന തീപിടുത്ത സാധ്യതയെക്കുറിച്ച് ലണ്ടൻ അഗ്നിശമന സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബർമിംഗ്ഹാമിലെ ബിൻ തൊഴിലാളികൾ ഡിസംബർ വരെ പണിമുടക്ക് തുടർന്നേക്കാം. യുണൈറ്റഡ് യൂണിയൻ അംഗങ്ങളിൽ 97% പേരും ശമ്പള തൊഴിൽ പ്രശ്നങ്ങൾക്കെതിരായ വ്യവസായിക നടപടി നീട്ടുന്നതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നതിന് പിന്നാലെയാണ് ഈ നീക്കം. പണിമുടക്ക് അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകുമെന്നതും എത്രയും പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ട ശമ്പളം നൽകണമെന്നതും യുണൈറ്റിന്റെ ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം ബർമിംഗ്ഹാം സിറ്റി കൌൺസിലറോട് ആവശ്യപ്പെട്ടു. ബർമിംഗ്ഹാം സിറ്റി കൌൺസിൽ യുണൈറ്റഡ് യൂണിയന്റെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ശമ്പള തൊഴിൽ ഓഫർ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ കൌൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഷാരോൺ ഗ്രഹാം രേഖാമൂലമുള്ള നിർദ്ദേശം വൈകിപ്പിച്ചതിന് കൌൺസിലിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഓഫർ ആഴ്ചകൾ വൈകിയാണ് മുന്നോട്ട് വെച്ചതെന്നും മെയ് മാസത്തിൽ അക്കാസ് ചർച്ചകളിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഷാരോൺ ഗ്രഹാം പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. KPCC മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭൗതിക ദേഹം തിരുവനന്തപുരം നെട്ടയം മുക്കോലയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാളെ രാവിലെ 10:30 മുതൽ KPCC ആസ്ഥാനത്ത് പൊതുദർശനം. സംസ്കാരം ഉച്ചയ്ക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. നടൻ ഷെയ്ൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഷെയ്നിന്റെ പിതാവ് PC ചാക്കോ അപകടത്തിൽ മരിച്ചു. ഷെയ്നിനും അമ്മയ്ക്കും പരിക്കുണ്ട്. ഷെയ്നും പിതാവും അമ്മയും സഹോദരനും മേക്കപ്പ് മാനുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഷെയ്നിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. രാവിലെ 7 മണിയോടെ സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരിക്കടുത്ത് പാലക്കോട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. ഷെയ്നിന്റെ 2 കൈകളും ഒടിഞ്ഞതായിട്ടാണ് സ്ഥിരീകരണം. കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്നു ബിനോയ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ 2023 ഓഗസ്റ്റ് 16 ക്രൈസ്തവ സമുദായത്തിനെതിരെ നടന്ന വ്യാപക ആക്രമണത്തിലെ മുഴുവൻ പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ ഭീകരവിരുദ്ധ കോടതി വിട്ടയച്ചു. ഫൈസലാബാദ് ജില്ലയിലെ ജരൻവാലയിലെ 20 പള്ളികളും 80 ക്രൈസ്തവരുടെ വീടുകളും അന്നത്തെ ആക്രമണത്തിൽ തകർത്തിരുന്നു. വിധിയിൽ പാകിസ്ഥാൻ മനുഷ്യാവകാശ സംഘടന അതൃപ്തി അറിയിച്ചു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് തിരിച്ചറിയപ്പെട്ട 5213 അക്രമങ്ങളിൽ 380 പേർ മാത്രമാണ് അറസ്റ്റിലായത്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കൊടിയേറിയിട്ട് നാളെ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിന് 1971 തുടക്കമായെങ്കിലും ഏകദിന പുരുഷ ലോകകപ്പ് യാഥാർത്ഥ്യമായത് 1975-ലാണ്. ആദ്യ മത്സരത്തിന് വേദിയായത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആണ്. 75 ജൂൺ 7 നടന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് 202 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യത്തെ 3 എഡിഷൻ ലോകകപ്പുകളിലും മത്സരങ്ങൾ 60 ഓവറിലായിരുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ ഡെന്നീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ മദൻലാൽ ആദ്യ പന്തെറിഞ്ഞ് ലോകകപ്പിന് തുടക്കമിട്ടു. ആദ്യ പന്ത് നേരിട്ടത് മുംബൈയിൽ ജനിച്ച ഇംഗ്ലീഷ് താരം ജോൺ ജെയിംസ് ആണ്. ആദ്യ റൺ നേടി ജെയിംസൺ ചരിത്രത്തിന്റെ ഭാഗമായി. 147 പന്തുകൾ നേരിട്ട ഓപ്പണർ ഡെന്നീസ് സമീസ് 137 റൺസ് നേടി. അതും ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.07 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.